മതിയല്ലേ. ഇന്ന് നമ്മൾ ഈ ഒരു കണ്ടത്തിൽ കൈച്ചൂണ്ട ഇടാമെന്ന് വെച്ച് വന്നതാണ് കേട്ടോ. ഈ കാണുന്ന ഈ ഒരു ചാലിനകത്ത് അത്യാവശ്യം നല്ലപോലെ മീൻ കിടപ്പുണ്ട്. ആ മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അങ്ങനെ കൈച്ചൂണ്ടയിട്ട് 5 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചൂണ്ടലൊരു മീൻ കയറി അടിച്ചിട്ടുണ്ട്. ഇവന്റെ പേരെന്താണെന്ന് അറിയത്തില്ല. അവന്റെ പേരറിയാവുന്ന ഒരു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അങ്ങനെ അവനെ ഇടാൻ വേണ്ടി കവറിനകത്ത് വെള്ളം നിറച്ചുകൊണ്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മനീഷിന്റെ ചൂണ്ടയിൽ നല്ലൊരു കൈതക്കോര കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് അഖിലേട്ടന്റെ ചൂണ്ടയിൽ അത്യാവശ്യം നല്ലൊരു ചില്ലാങ്കൂരിയും കയറി അടിച്ചിട്ടുണ്ട്. ഇവനെ ഹുക്കിൽ ഊരി എടുക്കുന്നത് നല്ലപോലെ ശ്രദ്ധിച്ചു വേണം കേട്ടോ. അല്ലെങ്കിൽ ഇവന്റെ രണ്ട് സൈഡിലുള്ള മുള്ളുകൾ നമ്മുടെ കയ്യിൽ കുത്തി കയറുക, അത് നല്ല വേദന എടുക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ ചൂണ്ടയിൽ തീറ്റ വെച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ഉള്ള മീനുകളെല്ലാം കൂടെ നമ്മുടെ ചൂണ്ടയിൽ എടുത്ത് വന്ന് തീറ്റ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ചൂണ്ടയിടാൻ വന്നത് അത്യാവശ്യം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ വെള്ളത്തിനിടയിൽ കിടക്കുന്ന മീനുകളെല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പുറത്തെ സൈഡിലുള്ള പോച്ചയുടെ ഇടയിലാണ് കേട്ടോ വലിയ വലിയ കൈതക്കോരകളൊക്കെ നിൽക്കുന്നത്. എന്ത് പറ്റുകയെന്ന് അറിയത്തില്ല. ഇവിടെ കാണുന്ന എല്ലാ കൈതക്കോരകളുടെയും തലയിൽ ഇതുപോലെ ഒരു മുറിവ് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് പിടിക്കുന്ന മീനുകളെ ഒന്നും നമുക്ക് കഴിക്കാൻ എടുക്കാൻ വേണ്ടിയല്ല, ഇവരെയെല്ലാം നമുക്ക് നമ്മുടെ വാഹകൾക്ക് ലൈഫ് ഫീഡ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ചൂണ്ടിൽ അടുത്തൊരു മീനോട് കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവനെ നമ്മുടെ നാട്ടിൽ കൈപ്പെന്നൊക്കെയാണ് വിളിക്കുന്നത്. നമ്മൾ ബെയ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ബോണ്ടയാണ് കേട്ടോ. നമ്മൾ ബോണ്ട ഉപയോഗിച്ചാണ് ഇത്രയും മീനുകളെയും പിടിച്ചേക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് അടിച്ചേക്കുന്ന ഒരു പരലാണ് കേട്ടോ. ഇത് നമ്മുടെ നിതീഷിന്റെ ചൂണ്ടയിലാണ് അടിച്ചേക്കുന്നത്. അങ്ങനെ അവനെ പിടിച്ച് നമ്മുടെ കവറിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചൂണ്ടയിൽ അടുത്തൊരു ചില്ലാങ്കൂരിയും കൂടെ കയറി അടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് കിട്ടിയ ചില്ലാങ്കൂരിയെ നമ്മൾ കവറിലിട്ട സമയത്ത് അവന്റെ മുള്ളു കൊണ്ടിട്ട് നമ്മുടെ കവറിന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിഴുത്തകൾ വീണിട്ടുണ്ട്. അത്രയ്ക്ക് ഷാർപ്പാണ് കേട്ടോ ഇവന്മാരുടെ മുള്ളുകൾ. അങ്ങനെ വലിയ മഴക്കുള്ളു വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഫിഷിംഗ് എല്ലാം നിർത്തി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇത്രയും മീനുകളെയാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയത്. നമ്മുടെ വാഹകൾക്ക് എന്തായാലും 2 ദിവസത്തേക്കുള്ള ലൈഫ് ഫീഡ് ആയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ മീനെ കൊണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.